ടോക്സിക് റിലേഷൻഷിപ്പ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഞാനും എന്നോട് ആളുകൾ എങ്ങനെ പെരുമാറുന്നു അതേ ടോക്സിക് ബിഹേവിയറിലാണ് ഞാനും തിരിച്ചു പെരുമാറുന്നത്. സെയിം റിയാക്ഷൻ, ഒരു മാറ്റവും ഇല്ല. ഞാൻ അതിന്ന് റിക്കവറായി, ഞാനും സ്ട്രോങ് ആയി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് ശരിക്കും ഒരു തെറ്റായ രീതിയാണ്. ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്ന് സ്വയം ഒരു ടോക്സിക് പേഴ്സണായി മാറരുത്. അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ സെൽഫ് ചെക്ക് ചെയ്യണം. കാരണം അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എപ്പോഴും നമുക്കുള്ളിലുള്ള ആ ഒരു എമ്പതി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഹീലായി റിക്കവറായി വരാൻ. ഒരാൾ നമുക്ക് തന്നിട്ടുള്ള വേദന, അതേ വേദന മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് എത്ര മോശമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യണം. മറ്റൊരാൾ തരുന്ന വേദന നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും. നിങ്ങൾ വളരെ കൈൻഡായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും. അത് കൊടുക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഹീലിംഗ് എന്ന് വെച്ചാൽ അയാൾ ചെയ്തതൊരു മിസ്റ്റേക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് അല്ലാതെ എന്താണോ ഹെൽത്തി ആയിട്ടുള്ളത് ആ ഒരു രീതി പഠിച്ചെടുത്ത് മുന്നോട്ട് വരുന്നതായിരിക്കണം ഹീലിംഗ്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്.